ഈ ചിദംബരത്തിന്റെ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നാ, എനിക്കൊരു ഫ്രീ പ്രൊമോഷൻ ഒന്നും അങ്ങേര്. ഇതിപ്പോ ഇന്ന വെച്ചിട്ട് ഒരു 50 കോടി സിനിമ എടുത്ത അവസ്ഥയിൽ പോയില്ലേ. സംഗതി പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെന്താ അറിയോ, ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം പലരെയും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർത്തമാനം മാത്രമാണ്. മനസ്സിലായില്ലേ? അതായത് ആ കോള് കൃത്യമായിട്ട് കേട്ടൊരു വ്യക്തിക്ക് അറിയാം ആരെ വിളിച്ചാണ് ചീത്ത വിളിച്ചത്, തെറി വിളിച്ചതെന്നുള്ളത്. ഓക്കെ. പിന്നെ അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത്, ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുംകാട്ടൊന്നുമില്ലല്ലോ. ആണോ? അരി തന്നെയല്ലേ. അതുകൊണ്ട് സിനിമാക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അവർ സിനിമ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ്. പൈസ കൊണ്ട് നമ്മൾ മേടിക്കുന്നത് അരിയാണ്. അരിയാഹാരം കഴിക്കാനും അരി കുടിക്കാനും തിന്നാനും ജീവിക്കാനുമാണ്. ആട്ടുംകാട്ടം തിന്നാൻ ആരും ഇവിടെ ബിസിനസ് നടത്തുന്നില്ല. ഓക്കെ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അരിയോ അല്ലെങ്കിൽ ഭക്ഷണമോ അത്ര കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ വളരെ പ്രൗഡായിട്ടാണ് അരിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി ഒരാളെന്നെ വിളിച്ച് തെറി പറഞ്ഞു, ആ തെറി വിറ്റിട്ട് ഞാൻ എന്താക്കി അരിയാക്കിയെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവ് ആണോ അല്ലേ? അത് എൻ്റെ കഴിവാണ്. അപ്പം അതിലിരുന്നിട്ട് ഈ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർ സിനിമ ഉണ്ടാക്കുന്നത് വിൽക്കാനാണ്, അവർ വിറ്റോട്ടെ, അവരെടുത്തോട്ടെ. ഞാൻ എൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് വിൽക്കാനാണ്, ഞാൻ വിൽക്കും, ഞാൻ അരിയാക്കും. സിമ്പിൾ കാര്യമാണ്. യൂട്യൂബിനെ ബാധിക്കും വിചാരിക്കുന്നുണ്ടോ? അതായത് റിവ്യൂ ചെയ്യുന്നതും ഫിലിം ഇൻഡസ്ട്രിയിൽ ചർച്ച ആവുന്നതൊക്കെ? ഇല്ലടാ, അതൊക്കെ എങ്ങനെ. ഞാൻ ബാധിക്കില്ല എന്നൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളൊന്നും. ഇപ്പോൾ നിങ്ങളൊക്കെ കാണാൻ പറ്റും, ഷെയർ സബ്സ്ക്രൈബ് ഞാൻ എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഓൾറെഡി ആ ഒരു മൈൻഡിലാണ്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം, കണ്ടിട്ട് പോവാം. ദാറ്റ്സ് ഇറ്റ്. വീക്കിൽ ഇറങ്ങുകയാണെങ്കിൽ ഫാമിലീസ് എന്തായാലും തീർച്ചയായിട്ടും ഹിറ്റാവും, അല്ലെങ്കിൽ അത് നല്ല മൂവീസ് ആണെങ്കിൽ ജനങ്ങൾ കയറും എന്ന് പറയുന്നുണ്ട്. അത് പക്ഷെ അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരു വീക്കിൽ തന്നെ ഫാമിലീസ് 5-6 മൂവിക്ക് അത് പോസിബിൾ ആണെന്നുണ്ടോ? അതായത് ഇല്ലടാ, ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കൊറോണയ്ക്ക് മുമ്പും ശേഷവും തിയേറ്ററിൽ പടം കാണാൻ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡ് കയറുന്നുണ്ട് തിയേറ്റേഴ്സിൻ്റെ ക്വാളിറ്റി ഒന്ന് കൂടി. പിന്നെ തിയേറ്റർ OTT എന്ന് പറഞ്ഞ ഒരു സാധനം വന്ന ടൈമിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, പലരും വിചാരിച്ചിരുന്നത്, ഇപ്പം ഞാൻ വിചാരിച്ചിരുന്നത്, എനിക്ക് ബാക്കിയുള്ളവർ അറിയാം, ഞാൻ വിചാരിച്ചിരുന്നത് OTT കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക, ആരും തിയേറ്ററിൽ വരുന്നതാണ്. പക്ഷെ OTTയിൽ നമ്മളൊരു പടം കാണുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, തിയേറ്ററിൽ മിസ്സായല്ലോ. ഇപ്പം ആ ഫീലിങ്ങുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, തിയേറ്ററിൽ വരുന്നുണ്ട്. തിയേറ്ററുകാരും നല്ല രീതിയിൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി സ്ക്രീനുകൾ, സീറ്റുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി തിയേറ്ററിലെ ആളുകൾ ഇടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് ഒരു സിനിമന് 5 അല്ല 6 അല്ല കണ്ടന്റ് ക്വാളിറ്റിയുള്ള എത്ര പടം, മേക്കിംഗ് ക്വാളിറ്റിയുള്ള എത്ര പടം ഇറങ്ങിയാലും അത് സക്സസ് ആവും. ഇതൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ മാതിരി ഒരാഴ്ചയിൽ ഒരു 5-6 പടം ഇറക്കി വിട്ടു, ഒന്നും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആൾ കാണാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് കാണാൻ വരുന്നില്ല എന്നുള്ളത് മാത്രം നോക്കിയാൽ മതിയോ?